മറ്റൊരു വാർത്തയ്ക്കാണ്. എറണാകുളം ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യയെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സൈബർ പോലീസും ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയാണ് SIT രൂപീകരിച്ചത്. പുത്തൻകുരിശ് DYSPയുടെ നേതൃത്വത്തിലാണ് സംഘം അന്വേഷണം നടത്തുക. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ അല്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. തന്റെ കൊറിയൻ സുഹൃത്ത് മരിച്ചതിലെ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയത് എന്നതായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ്. എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തുറന്ന് പരിശോധിച്ചെങ്കിലും കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യയെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. സൈബർ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് DYSPയുടെ നേതൃത്വത്തിലാണ് സംഘം അന്വേഷണം നടത്തുക. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. തന്റെ കൊറിയൻ സുഹൃത്ത് മരിച്ചതിലെ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയത് എന്നതായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ്. എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തുറന്ന് പരിശോധിച്ചെങ്കിലും കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്.